ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോ കില്ലിംഗ് ആർട്ടിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ നെയിം എങ്ങനെ ചെയ്യുന്നതെന്ന് കണ്ടിരുന്നു. ഇന്ന് അതിൻ്റെ ബാക്കി കാര്യങ്ങളാണ് കാണാൻ പോകുന്നത്. ഇന്നത്തെ വീഡിയോയിൽ 2 കാര്യങ്ങളാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ നെയിം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കില്ലിംഗ് സ്ട്രിപ്പ് യൂസ് ചെയ്തിട്ട്. അത് നമ്മൾ ഐവറി ഷീറ്റിലോട്ട് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്, പിന്നെ ഫ്ലവറും ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഐവറി ഷീറ്റാണ് ബേസായിട്ട് ഉപയോഗിക്കുന്നത്. അതിൽ നമ്മൾ നേരത്തെ തന്നെ നെയിം ട്രേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഗം ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കില്ലിംഗ് സ്ട്രിപ്പ് കൊണ്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ലെറ്റേഴ്സ് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ട്രേസ് ചെയ്ത് വെച്ചിരിക്കുന്ന ലെറ്റേഴ്സിൻ്റെ മുകളിൽ ഇതുപോലൊരു ടൂത്ത് പിക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം ഉപയോഗിച്ചിട്ട് നമുക്ക് ഗം അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിന് മുകളിലാണ് കറക്റ്റായിട്ട് ഈ കില്ലിംഗ് സ്ട്രിപ്പ് ഒട്ടിക്കേണ്ടത്. ഇങ്ങനെ അല്ലാതെ കില്ലിംഗ് സ്ട്രിപ്പിൽ തന്നെ ഗമ്മാക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. പക്ഷേ എനിക്ക് ഇതാണ് കുറച്ചുകൂടെ എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത്. ഇവിടെ ഒരു ലെറ്റർ മാത്രമേ ഞാൻ ചെയ്ത് കാണിക്കുന്നുള്ളൂ കേട്ടോ. എല്ലാ ലെറ്ററും ഇതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ മൊത്തത്തിൽ ഞാൻ ഇട്ട് കഴിഞ്ഞാൽ വീഡിയോയ്ക്ക് ലെങ്തും കൂടും, കാണുന്നവർക്ക് ബോറടിക്കുകയും ചെയ്യും. അപ്പോൾ ഫുൾ നെയിം ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് ഇതിനെല്ലാം ഫ്ലവർ ചെയ്തെടുക്കുന്ന പാർട്ടാണ് ഇനി അടുത്ത കാണാൻ പോകുന്നത്. ഇനി ഫ്ലവർ സെറ്റ് ചെയ്താലോ? അതിനായിട്ട് കില്ലിംഗ് സ്ട്രിപ്സ് വേണം, നല്ല കളർഫുള്ളായിട്ടുള്ളത്. ഇവിടെ ഞാൻ ആദ്യം എടുക്കുന്നത് ഈ ബ്ലാക്കാണ്. 120 GSM ആണ് ഈ കില്ലിംഗ് സ്ട്രിപ്പ്. അതിനെ നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഫുള്ള് കട്ട് ചെയ്ത് കുഞ്ഞു കുഞ്ഞു പീസായിട്ട് അകത്തോട്ടൊരു പകുതി കൂടുതൽ അകത്തോട്ട് പോകണം, അതുപോലെ കട്ട് ചെയ്യണം. അതുപോലെ തന്നെ യെല്ലോയും അതും 120 GSM തന്നെയാണ്. അതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് രണ്ടും കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഒട്ടിച്ചതിന് ശേഷം കില്ലിംഗ് നീഡിൽ ഉപയോഗിച്ചിട്ട് നമുക്കിതൊന്ന് റോൾ ചെയ്തെടുക്കാം. കില്ലിംഗ് നീഡിൽ അല്ലെങ്കിൽ ഇതുപോലത്തെ എന്തെങ്കിലും ചെറിയ സാധനം മതി. ഇതിപ്പോൾ ടൂത്ത് പിക്കാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ടൂത്ത് പിക്കൊക്കെ ആകുമ്പോൾ നമുക്ക് തീരെ ചെറുതായിട്ട് കിട്ടും അതിനകത്ത് ആ സ്പേസും. അത് റോൾ ചെയ്ത് കഴിഞ്ഞിട്ട് ജസ്റ്റ് അതിനെ ഒന്ന് റിലീസ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും. എന്നിട്ട് വീണ്ടും അതിനെ ഒന്ന് ഒട്ടിച്ചു കൊടുത്ത് സെക്യൂർ ചെയ്യണം. അതിന് ശേഷം നമുക്ക് ആ ഇതളുകളൊക്കെ ഒന്ന് വിടർന്നിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെറിയ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഒന്ന് വിടർത്തി കൊടുക്കണം കേട്ടോ. അതുപോലെ കുറച്ചധികം തന്നെ ഇവിടെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഇനി അത് നമ്മൾ ഏയുടെ ആ ഒരു പോയിന്റിലാണ് നമ്മളതിനെ പ്ലേസ് ചെയ്യുന്നത്. നമുക്ക് ഇഷ്ടമുള്ള എവിടെ വേണമെങ്കിലും വെക്കാം. അതൊക്കെ നമ്മുടെ ഐഡിയയ്ക്ക് അനുസരിച്ചാണ് ചെയ്യേണ്ടത് കേട്ടോ. ഇനി അടുത്തതായിട്ട് ഈ അളവിൽ കില്ലിംഗ് സ്ട്രിപ്സ് കുറച്ചധികം തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കുറച്ചധികം കില്ലിംഗ് സ്ട്രിപ്സ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതുപോലെ തന്നെ ആ ബ്രഷ്, നമ്മൾ കഴിഞ്ഞ പാർട്ടിലും അതുപോലെ തന്നെയല്ലേ ലെറ്റർ ചെയ്ത് അതുപോലെ തന്നെ ബ്രഷ് ഉപയോഗിച്ചിട്ട് സ്ട്രിപ്സിനെ ഒന്ന് സോഫ്റ്റ് അതിൻ്റെ സ്റ്റിഫ്നെസ് ഒന്ന് മാറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും വളയ്ക്കുകയും തിരിക്കുകയൊക്കെ ചെയ്യാം. ഇതുപോലെ ചെയ്തെടുക്കണം. എന്നിട്ട് അതിൻ്റെ ഒരു എൻഡിൽ കുറച്ച് ഗം അപ്ലൈ ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഒരു കാര്യം ശ്രദ്ധിക്കണം, ആ കില്ലിംഗ് സ്ട്രിപ്സിൻ്റെ 2 എൻഡും കൂടെ ഒരുമിച്ച് വെച്ചല്ല നമ്മൾ ഒട്ടിക്കുന്നത്. ഒരു എൻഡിൽ കുറച്ച് സ്ട്രിപ്സ് വിട്ടിട്ട് വേണം, അവിടെയാണ് നമ്മൾ ഗം അപ്ലൈ ചെയ്തിട്ട് ആ സ്ട്രിപ്സ് മടക്കി അടുത്ത സ്ട്രിപ്പിലോട്ട് ഒട്ടിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് ഇനി നമുക്ക് അതിനെ അറേഞ്ച് ചെയ്യാം. ഇതുപോലെ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അടുത്തത് വേറൊരു കളർ ഉപയോഗിച്ചുകൂടെ ചെയ്യുന്നുണ്ട്. അടുത്തത് ഈ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഫ്ലവേഴ്സിനുള്ളിലെല്ലാം കളർ ചെയ്ത് കൊടുക്കാൻ പോവാണ് കേട്ടോ. വാട്ടർ കളറാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഈ ബ്രഷ് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, അതിൻ്റെ ടിപ്പ് വളരെ നേർത്തതായിരിക്കണം. അല്ലെങ്കിൽ നമുക്ക് ഇത് തീരെ ചെറുതല്ലേ, അതിനുള്ളിലൊന്നും പെയിൻറ്റ് ചെയ്യാൻ പറ്റില്ല. ഈ റോസ് സെറ്റ് ചെയ്യുന്ന വീഡിയോ എൻ്റെ മിസ്സായിപ്പോയതാണ്. സാരമില്ല, ഇനി അടുത്തത് വരുന്നുണ്ട് റോസ് ഉണ്ടാക്കുന്ന വീഡിയോ. അപ്പോൾ ഫ്ലവേഴ്സ് എല്ലാം കളർ ചെയ്തിട്ട് നല്ല അടിപൊളിയായിട്ടില്ലേ. ഇനി അടുത്തത് റോസ് ചെയ്യാൻ പോവാണ്. അതിനായിട്ട് നമ്മൾ ഇവിടെ കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. റോസിൻ്റെ ഷേപ്പിലാണ് കളറൊന്ന് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഈ കളറിലുള്ള കില്ലിംഗ് സ്ട്രിപ്പ് എടുത്തിട്ടുണ്ട്. കില്ലിംഗ് സ്ട്രിപ്പ് 160 GSM ആണ്. അത് നമ്മൾ ഇതുപോലൊന്ന് മടക്കി കൊടുക്കും, തിരിച്ചും മറിച്ചും ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട്.
എന്നിട്ട് കില്ലിങ് നീഡിൽ ഉപയോഗിച്ചിട്ട് ഒന്ന് റോൾ ചെയ്തെടുത്തിട്ട് അവിടെ വെച്ച് നമ്മൾ കട്ട് ചെയ്യുക ചെയ്യുന്നത്. ഒരു റോസിൻ്റെ സെൻറ്റർ പോർഷനാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. ഇത് പ്ലേസ് ചെയ്യാൻ പോകുന്നത് ആ എയുടെയും വിയുടെയും ഇടയ്ക്കായിട്ടാണ്. അതുകൊണ്ടാണ് അത്രയും ചെറുതായി പോയത് കേട്ടോ, കാരണം അവിടെ സ്പേസ് കുറവല്ലേ. ഇനി എപ്പോഴും പറയുന്നത് പോലെ തന്നെ അവിടെ നിന്ന് ഒട്ടിച്ചു കൊടുക്കണം. അതിനുശേഷം നമുക്ക് ഗം അപ്ലൈ ചെയ്തിട്ട് അത് എയുടെയും വിയുടെയും ഇടയ്ക്കായിട്ട് പ്ലേസ് ചെയ്യാം കേട്ടോ. ഇനി ആ സെയിം ക്യൂലിംഗ് സ്ട്രിപ്പ് തന്നെ പല പല സൈസിൽ, അതായത് ചെറുതും വലുതും അങ്ങനെ പല സൈസിൽ കട്ട് ചെയ്ത് വെക്കണം. ഇനി റോസിൻ്റെ പെറ്റൽസ് സെറ്റ് ചെയ്യാൻ പോവുകയാണേ. അപ്പോൾ ആദ്യം തുടങ്ങേണ്ട അകത്തുനിന്നല്ലേ, അവിടെ ചെറുത് പോരെ. അതിനായിട്ട് ചെറിയ സ്ട്രിപ്പാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിനെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതുപോലെ ബ്രഷ് ഉപയോഗിച്ച് ഒന്ന് വളച്ചു കൊടുക്കണം. എന്നിട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുക്കും. അടുത്തത് അതുപോലെ തന്നെ ചെയ്തെടുക്കുകയാണ്. ഇനി ഫുൾ ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. എല്ലാം ഇതുപോലെ ബ്രഷ് ഉപയോഗിച്ച് ഒന്ന് വളച്ചു കൊടുത്തിട്ട് ഓരോരുത്തരുടെ സൈസ് അനുസരിച്ച് നമ്മൾ എടുത്താൽ മതി. ഇപ്പം ഒന്ന് വലുതായി പോവുകയാണെങ്കിൽ അതിനെ ഒന്ന് കട്ട് ചെയ്ത് ചെറുതാക്കിയാൽ മതി. അഥവാ ചെറുതാണെങ്കിൽ ഇച്ചിരി വലിയൊരു സ്ട്രിപ്പ് എടുത്ത് കറക്റ്റ് ചെയ്തിട്ട് ഒട്ടിച്ചൊട്ടിച്ച് കൊടുത്താൽ മതി കേട്ടോ. ഈ സ്ട്രിപ്സ് എല്ലാം നേരത്തെ തന്നെ ഷേപ്പ് ചെയ്ത് വെച്ചാൽ പെട്ടെന്ന് തന്നെ നമുക്കങ്ങ് ഒട്ടിച്ചൊട്ടിച്ച് പോവാം. റോസ് ഫ്ലവർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് ലീഫാണ്. ലീഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഗ്രീൻ സ്ട്രിപ്പ് എടുത്തിട്ടുണ്ട്. അതിന് 120 GSM ആണ്. അത് അതിൻ്റെ ഒരു 2 സെൻറ്റിമീറ്ററൊക്കെ നമ്മൾ നീളത്തിലൊന്ന് വിടണം. എന്നിട്ട് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കണം. ആദ്യം അകത്തേക്ക് മടക്കണം, പിന്നെ ചെറുതായിട്ടൊരു 1 മില്ലിമീറ്റർ അങ്ങനെ വെച്ചിട്ട് പുറത്തോട്ട് മടക്കണം. അതുപോലെ 2-3 വട്ടം ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കണം. അടുത്ത സൈഡിൽ അതുപോലെ തന്നെ ചെയ്യുന്നുണ്ട്. അവിടെ ആദ്യം നമ്മൾ പുറത്തോട്ടാണ് മടക്കി കൊടുക്കുന്നത്. എന്നിട്ട് ഒരു 1-2 മില്ലിമീറ്റർ വെച്ചിട്ട് അകത്തോട്ട് മടക്കും. അതുപോലെ 2-3 വട്ടം ചെയ്ത് കൊടുക്കും. അത് ചെയ്ത് കഴിഞ്ഞാൽ ആവശ്യത്തിനുള്ള ലെങ്ത് വെച്ചിട്ട് ബാക്കി നമുക്ക് കട്ട് ചെയ്ത് മാറ്റാവേ. അപ്പോൾ ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി അതിനെ ബ്രഷ് ഉപയോഗിച്ച് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം നല്ലൊരു ലീഫിൻ്റെ ഷേപ്പായില്ലേ. നമുക്ക് എവിടെ വേണേലും പ്ലേസ് ചെയ്യാം. ഇപ്പം നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഈ ലീഫിൻ്റെ അതിനെ നമുക്ക് ഡയറക്റ്റ് ഇവിടെ തന്നെ പ്ലേസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ സെയിം കളറിലുള്ള ഷീറ്റ്, ആ ഷീറ്റിൽ ഒട്ടിച്ചിട്ട് അതിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഇവിടെ വേണമെങ്കിൽ വെച്ച് കൊടുക്കുകയും ചെയ്യാം കേട്ടോ. പക്ഷെ ഞാനിപ്പോൾ ചെയ്യുന്നത് ഡയറക്റ്റ് ഇവിടെ തന്നെ ഒട്ടിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതിനുള്ളിൽ കളർ ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. അതുപോലെ തന്നെ കുറച്ച് ലീവ്സും കൂടെ ഉണ്ടാക്കി സ്റ്റിക്ക് ചെയ്ത് കൊടുത്ത് അതിനെല്ലാം കളറും ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ എന്താ ചെയ്യാൻ പോകുന്നതെന്നറിയോ? ഇവിടെ ഇപ്പം ആ എയുടെ ഇടയ്ക്ക് കുറച്ച് സ്പേസ് ഉണ്ട്. ആ ഒരു പെറ്റൽ ഫുള്ളായിട്ട് അവിടെ പ്ലേസ് ചെയ്യാൻ പറ്റില്ല. അതിന് ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫുൾ പെറ്റൽ വെച്ചിട്ട് കറക്റ്റ് അളവ് നോക്കിയിട്ട് അവിടെ അങ്ങ് കട്ട് ചെയ്ത് കളയും. എന്നിട്ട് അതവിടെ ഒട്ടിച്ചു കൊടുത്താൽ മതി. ഇങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വി ഷേപ്പിൽ ഉണ്ടാക്കിയെടുത്തിട്ട് ഇവിടെ കറക്റ്റ് അളവിൽ അത് ഉണ്ടാക്കിയെടുക്കണം. പക്ഷേ എന്നാലേ അവിടെ കറക്റ്റായിട്ട് ഇരിക്കത്തുള്ളൂ, ആ സ്പേസ് ഫുള്ള് കവർ ചെയ്യത്തുള്ളൂ. ഇതാകുമ്പോൾ നമുക്ക് അത്രയും ബുദ്ധിമുട്ടില്ല. നമുക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കുറച്ചും കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. ഇവിടെ കണ്ടോ, ചെറുതായിട്ടൊരു സ്ട്രിപ്പ് എടുത്തിട്ട് അതിൻ്റെ ആ മുകൾ ഭാഗം ചെറുതായിട്ടൊന്ന് വളച്ച് കൊടുത്തിട്ടുണ്ട്. ആ കറക്റ്റ് ആ ബ്ലൂ പെറ്റലിൻ്റെ അങ്ങോട്ട് വളഞ്ഞിരിക്കാനും വേണ്ടി ഒന്ന് വളച്ച് കൊടുത്തിട്ട് മാത്രമേ ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഇനി ഒരു ബ്ലൂ കളർ സ്ട്രിപ്പ് ഇതുപോലെ
ഈ ടൂൾ ഇതിന് പറയുന്ന പേരാണ് ക്രിംബർന്ന്. ഇതിനകത്ത് വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു വേറൊരു പാറ്റേൺ കിട്ടും നമുക്ക്. അതിനെ നീഡിൽ ഉപയോഗിച്ച് റോൾ ചെയ്തിട്ട് ഈ ലെറ്റേഴ്സിനിടയിലൊക്കെയുള്ള ഈ സ്പേസ് നമുക്ക് റിമൂവ് ചെയ്യണമല്ലോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഷേപ്പ് ഉണ്ടാക്കി നമുക്കവിടെ എന്ത് ഷേപ്പ് വേണമെങ്കിലും ചെയ്യാം. നമ്മൾ പക്ഷേ റോസ് ഫ്ലവറൊക്കെ ലെറ്റേഴ്സിൻ്റെ ഇടയിൽ ചെയ്യുവാണെങ്കിൽ അതവിടെ അങ്ങ് ആ സ്പേസ് എല്ലാം റിമൂവായി പൊക്കോളും. അല്ലാത്ത ഫ്ലവറൊക്കെ ആണെങ്കിൽ എല്ലായിടത്തും നമുക്കിതുപോലെ ചെയ്ത് കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്തിട്ടാണ് ആ സ്പേസൊക്കെ റിമൂവ് ചെയ്യുന്നത്. ഇനി അതുപോലെ തന്നെ ഒരു ഗ്രീൻ സ്ട്രിപ്പും അതേപോലെ തന്നെ ആ ക്രിംബർ ടൂളിൽ വെച്ചിട്ട് ഇതേ ഷേപ്പിലാക്കി എടുത്തിട്ട് ലീഫിൻ്റെ ഇടയിലെല്ലാം നടുക്കൂടെ ഇത് വയ്ക്കുമല്ലോ, അതിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഈ എല്ലാ ലീഫിലും ഇതുപോലെ കട്ട് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി കില്ലിങ് സിൽസ് ഉണ്ടാക്കിയെടുക്കാൻ പോവുകയാണെ 160 GSM സ്ട്രിപ്പാണ്. അതിനെ ഒന്ന് റോൾ ചെയ്തെടുക്കണം. ഫില്ലിങ് നീഡിൽ ഉപയോഗിക്കുന്നതിനെക്കാട്ടും നല്ലത് ഒന്നുകിൽ നമ്മുടെ കൈകൊണ്ട് അല്ലെങ്കിൽ ഇതുപോലെ ടൂത്ത് പിക്കോ എന്തെങ്കിലും വെച്ചൊന്ന് റോൾ ചെയ്ത് കൊടുത്താൽ മതി. അപ്പം നടുക്കുള്ള സ്പേസ് കുറവായിരിക്കും, നല്ല ടൈറ്റായിട്ട് തന്നെ കിട്ടും. എന്നിട്ട് ഒരു കോയിൽ ഉണ്ടാക്കിയതിന് ശേഷം അതിനെ ഒന്ന് റിലീസ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് കുറച്ച് സ്ട്രിപ്പ് വിട്ടിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അതുപോലെ പല കളറിൽ കുറച്ചധികം സ്വിൽസ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതൊക്കെ ഇവിടെ നിന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ വീഡിയോ കുറച്ച് നേരത്തെ എടുത്തതാണ്. ഇതിൽ ഞാൻ എടുത്തേക്കുന്നത് ഒരു 3 mm സ്ട്രിപ്പാണ് 120 GSMൻ്റെ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഹേർട്ടാണ്. അതിന് വേണ്ടിയിട്ട് അതൊന്ന് റോൾ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി അതിനെ ഒന്ന് റിലീസ് ചെയ്ത് കൊടുക്കാം. റിലീസ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള സൈസ് ആയിക്കഴിഞ്ഞാൽ ആ സൈഡൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. അതിന് ശേഷം ഒരു സൈഡ് നല്ലപോലെ അങ്ങ് ഷാർപ്പാക്കണം. എന്നിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൻ്റെ നടുക്ക് പിടിച്ച് നമ്മൾ താഴോട്ടങ്ങ് പ്രസ് ചെയ്യണം. അപ്പോൾ രണ്ട് സൈഡും ഇതുപോലെ കിട്ടും, ഒരു ഹേർട്ട് ഷേപ്പിൽ നമുക്ക് കിട്ടും. പല കളറിലുള്ള ഹേർട്സ് ഉണ്ടാക്കി പലയിടത്തായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ആദ്യം ഉണ്ടാക്കിയില്ലായിരുന്നോ ബ്ലാക്കും യെല്ലോയും വെച്ചിട്ട്, അതും നമ്മൾ ഇതിൻ്റെ താഴെയും മുകളിലുമായിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.